ഗൾഫ് മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന വലിയൊരു കച്ചവടത്തിൻ്റെ വാർത്തയാണ് ഏപ്രിൽ 1-ാം തീയതി പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി വിദേശയാത്ര ആരംഭിക്കുന്നത് സൗദി അറേബ്യ, ഖത്തർ, UAE ഈ രാജ്യങ്ങളിലേക്കാണ്. അദ്ദേഹം തൻ്റെ ഇംഗിതം പുറത്തു കൊണ്ടുവന്നു. ഇങ്ങനെയാണ്: ഏറ്റവും കുറഞ്ഞത് $1 ട്രില്യൺ കച്ചവട ഡീലുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡീലുകൾ സൗദി അറേബ്യയുമായിട്ട് ഉണ്ടാക്കും, ഏറ്റവും കുറഞ്ഞത് എന്നാണ് അദ്ദേഹം ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നത്. ഖത്തറുമായിട്ടും UAEയുമായിട്ടുമൊക്കെ അത്തരത്തിലുള്ള ഡീലുകൾ ആലോചിച്ച് വരുന്നതായും അദ്ദേഹം അമേരിക്കയെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ എമൗണ്ടിൻ്റെ വലിപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം. $1 ട്രില്യൺ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ മൊത്തം GDP, അതായത് ലോകത്ത് 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ മൊത്തം GDP എന്ന് പറയുന്നത് തന്നെ 4.2 ട്രില്യനാണ്. അപ്പോൾ $1 ട്രില്യൺ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കണം. ഡോളറിൽ പറയുമ്പോൾ അത്രയും $1 ലക്ഷം കോടി കരാർ ഒരു രാജ്യവുമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. അതിൽ സൈനിക ഉപകരണങ്ങൾ പ്രധാനമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇനി സൗദി അറേബ്യയുടെ മൊത്തം GDP നോക്കിയാൽ അത് 1.2 അത്രയും ട്രില്യൺ ഡോളറാണ്. UAEയുടേതാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ 1 എത്തി നിൽക്കുന്ന എന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വ്യാപാര കരാറുകൾ, പക്ഷേ ഈ GDP ഇത്രയാണ് നോമിനലായിട്ടെന്ന് പറയുമ്പോഴും ഇപ്പോൾ ഇന്ത്യയുടെ PPP എന്ന് പറയുന്ന ആ ഒരു പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ആഗോളടിസ്ഥാനത്തിൽ 3-ാം സ്ഥാനത്താണ്. അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ എന്നിങ്ങനെ ഒരു പുതിയ സാമ്പത്തിക ശക്തികളുടെ ആ പഞ്ചനക്ഷത്രങ്ങൾ എന്ന് പറയാവുന്ന വിധത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ അടുത്ത 4-5 വർഷം കൊണ്ട് സ്വപ്നം കാണുന്നതൊക്കെ ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയിലധികം എന്ന കിനാവുമായും പോകുമ്പോൾ ഈ പറയുന്ന ആയുധ ഇടപാടുകളുടെ വോളിയം ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല. ഇത് എങ്ങനെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയ്ക്ക് അവസരങ്ങളായിട്ട് മാറും എന്ന് ഓരോരുത്തരും ആലോചിക്കുകയാണ്. അമേരിക്കയിലെ നിക്ഷേപത്തെക്കുറിച്ച്, അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള പല വിധത്തിലുള്ള വ്യാപാര ബന്ധങ്ങളെക്കുറിച്ച് പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഗൾഫിൽ കഴിയുന്ന ആളുകൾക്ക് ഒരു പുതിയ ജാലകം തുറന്നിടുകയാണ് ട്രംപ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മെയ് മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ട്രംപ് എത്തും. അതിനുവേണ്ടി ലോകം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന്, ഗൾഫിന്, പ്രത്യേകിച്ച് സൗദിയെ നോക്കിയിരിക്കുകയാണ്.